കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ശരിയായ പദമേത്? ഇതേതാ? മനുഷ്യത്വം. ദീനൻ്റെ ഭാവം ദൈന്യം. കലപ്പക്ക് പര്യായമല്ലാത്തത് എന്താണ്? കുണ്ടം. അപ്പം കലപ്പക്ക് സീരം, ഹലം, ലങ്കാലം. വിപരീത പദം എഴുതുക. അണിമ, ഗരിമ. കാക്ക എന്നർത്ഥം പോരുന്നത് ഏതാ? കാക്ക പരഭൃത്ത്. ഒറ്റുകാരൻ എന്നർത്ഥമുള്ള ശൈലി ഏതാണ്? ഒറ്റുകാരൻ. നമുക്ക് ഒറ്റുകാരൻ എത്ര ആൾക്കാരുണ്ട് നോക്കുക? 5 ആൾക്കാർ. അപ്പോൾ 5-ആം പത്തി. ബാഹ്യ അലങ്കാരത്തിൻ്റെ ആവശ്യത്തെ ധരിപ്പിക്കുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തുക. ബാഹ്യ അലങ്കാരത്തിന് എന്താണ്? ചത്തു കിടന്നാലും ചമഞ്ഞ് കിടക്കണം. മേക്ക് ഷിഫ്റ്റ് എന്ന തുല്യമായ പ്രയോഗം ഏത്? മേക്ക് ഷിഫ്റ്റ് ഓർക്കുക. എന്താണ്? നമ്മുടെ മുട്ടെപ്പോഴും മാറ്റും. അപ്പം മുട്ടുശാന്തി. ഫ്ലാഷ് ഇൻ ദ പാന് എന്താണ്? ഫ്ലാഷ് ഇൻ ദ പാമ്പ് ആരംഭ ശൂരത്വം. ശരത്ത് ചന്ദ്രൻ. അപ്പം എന്താണ്? ശരത്ത് പോയിട്ട് വെറും ചന്ദ്രൻ ഓർക്കുക. അപ്പോൾ ചന്ദ്രൻ. സമ്പത്ത് പ്ലസ് ലബ്ധി സമ്പത്ത് ലബ്ധി. കുരുത്തോല കുരുന്ന് പ്ലസ് ഓല. വീണിടുന്നാളുകാൽ. അപ്പോൾ വീണിടുന്നാൾ പ്ലസ് ആകുലാൽ. അല്ലിംഗ ബഹുവചനം എന്ത്? ലിംഗമുണ്ട്, പക്ഷേ അതിൽ 2 ലിംഗങ്ങളും വരുന്നതാണ് അല്ലിംഗം. അപ്പം എന്താണ് വരുന്നത്? സ്വാമികൾ പറ്റുമോ? വധുക്കൾ, മരങ്ങൾ അല്ല. അപ്പോൾ ഇതെന്താ? ജനങ്ങൾ. പഴഞ്ചൊല്ല് ഏത്? ഉരുളക്കുപ്പേരി തേടിയ വള്ളി കാലിച്ചുട്ടി കയ്യാലപ്പുറത്തെ തേങ്ങ പമ്പടക്കുക. ഇതിൽ പഴഞ്ചൊല്ലിൽ തേടിയ വള്ളി കാലിച്ചുട്ടി. ശ്രോതാവ് ശ്രോത്രി. ഏകാകിനി എന്താ വരിക? ഏകാഗി. മഴ പെയ്തില്ലെങ്കിലും ഉഷ്ണം ശമിച്ചില്ല. ഈ വാക്യത്തിൻ്റെ ഘടകമേത്? ഘടകപദം പെയ്തില്ലെങ്കിലും. വികലമായ പ്രയോഗമേത്? തപസ്വി. അപ്പം തപസ്സി വരും, തപസ്സിന് വരും, താപസി വരും. ഇതിൽ വരാത്തത് തപസ്സിയാണ്. തന്നൊരുക്കിയ വാക്യത്തിൽ തെറ്റായ ഭാഗമേത്? മഹാനായ കലാകാരൻ്റെ സർഗസൃഷ്ടിപരമായ ശേഷിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നും. അപ്പോൾ കലാകാരൻ്റെ സർഗസൃഷ്ടി എന്താണ്? എന്നറിയുന്നത് 2 വരും. സർഗസൃഷ്ടിപരമായത്. ശരിയായ വാക്യപ്രയോഗമേതുക. ഇതിൽ 1500 വർഷങ്ങളോളം പഴക്കമുണ്ട്. 1500. അപ്പം അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കുക എന്ന് തന്നെ വേണം. ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഇത് ശരിയായത് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഐ ആം അഫ്രൈഡ് ഐ ക്യാൻ ഹെൽപ്പ് യു. എന്താണ്? ഐ ക്യാൻ ഹെൽപ്പ് യു. അത് നമുക്കറിയട്ടും. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. ഈ നിവേദനം തുടർ നടപടികളാൽ സമർപ്പിക്കുന്നു. ഇതെന്താണ്? ഐ റെക്കമെൻഡ് ദിസ് മെമ്മോറാണ്ടം ഫോർ ബെറ്റർ ആക്ഷൻസ്. 11-ാം മണിക്കൂർ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അവസാന സമയം. ബ്ലോക്ക് ഹെഡ് മഹാവിഡ്ഢി. ബ്ലോക്ക് ഹെഡ് എന്താണ്? അപ്പം മഹാവിഡ്ഢി നമ്മളെ ഹെഡൊക്കെ ബ്ലോക്കായിട്ട് കിടക്കുമ്പോൾ അപ്പം എന്താണ്? മഹാവിഡ്ഢി എന്ന് ഓർത്താൽ മതി.